ഹായ് എവ്രി വൺ. ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലോ. സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന നല്ല മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലൈക്കും ഷെയറും കമൻസും ഒക്കെ ആസ്വദിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഒന്ന് പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്ത് അതിന് കിട്ടുന്ന ലൈക്കും കമൻസും ഒക്കെ ആസ്വദിച്ച് അത് തന്നെയാണ് ലൈഫ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ ഇപ്പോഴും ഇതൊന്നും തന്നെ പബ്ലിക്കലി ഷെയർ ചെയ്യാണ്ട് സ്വന്തം ലൈഫ് ഏറ്റവും പ്രൈവറ്റ് ആക്കി വെക്കുന്ന ഒരു കൂട്ടം ആളുകളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലും ഇപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളുകൾ നിലനിൽക്കുന്നില്ലേ? നമ്മൾ വിചാരിക്കും അവർ ഇൻട്രോവേർട്സ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല എന്ന്. പക്ഷേ അവരുടെ ലൈഫിനെ അവർ ഏറ്റവും വാല്യുബിൾ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഒരു മൊമെന്റ്സ് പോലും അവർ പബ്ലിക്കലി ഷെയർ ചെയ്യാത്തത്. ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് അതിന് കിട്ടുന്ന ലൈക്കും കമന്റ്സും ഒന്നും അവരെ അത്രത്തോളം സ്വാധീനിക്കുന്ന, അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനോ വാക്കിനോ ഒന്നും തന്നെ അവർ അവരുടെ ലൈഫിനെ വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ ഈ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ടൈപ്പ് ഓഫ് ആളുകളായിരിക്കും ഇവര്. കാരണം അവരുടെ ലൈഫ് ഫുള്ളി അവരുടെ കൺട്രോളിലാണ്. വേറൊരാൾക്കും വിലയിരുത്താൻ ഇവര് ഒരു ചാൻസും കൊടുക്കുന്നില്ല. സൈക്കോളജി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാത്ത ആളുകൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. കാരണം അവർ മറ്റൊരാളെ കമ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മോശമായി പോയല്ലോ ഇങ്ങനെയൊന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളും ഉണ്ട്. അവർക്ക് പബ്ലിക്കലി വരാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. എന്നാൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് മാറി നിൽക്കുന്ന ചിലരും ഉണ്ട്. അതുപോലെ അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കമന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആളുകളും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. നമുക്ക് തോന്നും ഇവര് പക്ക ഇൻട്രോവേർട്സ് ആണെന്ന്. പക്ഷേ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ലൈഫിനെ അത്രയും മനോഹരമായിട്ട് ആസ്വദിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇവർ. ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ തോന്നാറുണ്ട് ഇവരെന്താ CCTV ക്യാമറയാണെന്നുള്ളത്. കാരണം അവരെല്ലാം തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷനും നമുക്ക് ഫീൽ ചെയ്യാറില്ല. എന്നാൽ എല്ലാവരും CCTV ക്യാമറയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലവരൊന്നും പബ്ലിക്കലി വന്ന് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ആളുകളുടെ ലൈഫ് കളർഫുൾ അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരവരുടെ ലൈഫ് ഏറ്റവും മനോഹരമായിട്ടായിരിക്കും ആസ്വദിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരതങ്ങനെ തന്നെ തുടർന്ന് പോയിക്കോട്ടെ. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളിൽ ആരെങ്കിലും ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരാളെ അറിയോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം.